ശ്രീ വി പി ശ്രീപത്മനാഭൻ ഇവിടെ ഇവിടെ ഈ ഒന്ന് ആലോചിച്ച് നോക്കൂ ശ്രീപത്മനാഭൻ, ഈ കഴിഞ്ഞ കുറേ നാളുകൾ ഈ പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ കാട്ടിക്കൂട്ടിയത് നമുക്ക് പരിചയമുള്ള കാര്യമാണോ? ഇവിടെ സ്വതന്ത്ര കേരളത്തിൽ അല്ലെങ്കിൽ ഐക്യ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അദ്ദേഹം ഏറ്റുമുട്ടൽ ഉണ്ടാക്കുന്നു. മന്ത്രി ബാലഗോപാലിനെതിരെ എൻ്റെ പ്ലഷർ എന്താണ് എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു, പിൻവലിക്കും മുഖ്യമന്ത്രി എന്ന് ഇന്ന് തമാശ പറയുന്നു. തെരുവിൽ SFIക്കാർക്കൊപ്പം SFI ഒരു വിദ്യാർത്ഥിയുടെ പക്വത പോലുമില്ല തെരുവിൽ നിൽക്കുന്നു. അവർ എന്തൊക്കെ വിളിച്ചു, എന്താണ് ക്രിമിനൽസ്, ഗുണ്ടാസ്, ബ്ലഡി ഡാഷ് എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഞാൻ പറയണമെങ്കിൽ ബീപ്പിട്ട് കേൾപ്പിക്കണം, കാര്യം കുട്ടികൾ കേൾക്കുന്നുണ്ടെങ്കിൽ. അസഭ്യവർഷത്തിൻ്റെ പരകോടി പരമാവധി എന്തൊക്കെ നമ്മൾ കണ്ടു. ശ്രീ വി പി ശ്രീപത്മനാഭൻ ഇവിടുന്ന് ബീഹാറിലേക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ പോകുമ്പോഴേക്കും അവിടെ നിതീഷ് കുമാറിന് മുന്നിൽ ഇതൊക്കെ നടക്കുമോ? അവിടെ നിതീഷ് കൊടുക്കുന്ന ഒരു സെർച്ച് കമ്മിറ്റി എടുത്ത് കൊട്ടയിലിടുവോ ആരിഫ് മുഹമ്മദ് ഖാൻ? അവിടെ JDUവിൻ്റെ ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടന അദ്ദേഹത്തിനെതിരെ ഒരു കരിങ്കൊടിയുമായി തെരുവിലിറങ്ങിയാൽ ഈ പറഞ്ഞ വൃത്തികെട്ട വാക്ക് അവരെ വിളിക്കുവോ? ആരിഫ് മുഹമ്മദ് ഖാന് ബീഹാറിൽ വല്ലാതെ ബോറടിക്കില്ലേ ശ്രീ വി പി ശ്രീപത്മനാഭൻ? അതാണോ താങ്കളുടെ ഇന്നത്തെ വിഷയം? ആരിഫ് മുഹമ്മദ് ഖാന് ബീഹാറിൽ ബോറടിക്കുകയോ ഇല്ലയോ എന്നാണോ വിഷയം? എനിക്കറിയില്ല കേട്ടോ, അവിടുത്തെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. എന്താ ഇന്നത്തെ വിഷയം? വിഷയം പുതിയ ഗവർണറാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, നമ്മുടെ ഒരു ഗവർണർ പോകുന്നു, ഒരു പുതിയ ഗവർണർ വരുന്നു, അതന്നെ വിഷയം. എന്നാ അത് പറയാം. ആ പുതിയ ഗവർണർ ഇവിടെ വരട്ടെ, അദ്ദേഹവും സർക്കാരുമായിട്ടുള്ള പ്രവർത്തനം ആരംഭിക്കട്ടെ, എന്നിട്ട് മറ്റു കാര്യങ്ങൾ പറയാം. വരുന്നല്ലേ ഉള്ളൂ. അത് ഈ രാജ്യത്ത് ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് ആദ്യമായിട്ടാണോ? പോട്ടെ, കേരളത്തിൽ ആദ്യമായിട്ടാണോ? 1988-89 കാലഘട്ടത്തിൽ കേരളത്തിലൊരു ഗവർണർ ഉണ്ടായിരുന്നു. അന്ന് സർക്കാർ കൊടുത്ത അവർക്ക് ഉപയോഗിക്കാൻ കൊടുത്ത ടവല് അവരെ കാണാൻ പോയ ആളുകളുടെ മുഖത്തേക്ക് എറിഞ്ഞു. എന്നിട്ട് ഇത് കണ്ടോ, ഒന്നിനും കൊള്ളാത്തൊരു ടവലാണ് നിങ്ങളുടെ സർക്കാർ എനിക്ക് തന്നിരിക്കുന്നത് പറഞ്ഞിട്ട് മുഖത്തേക്ക് എറിഞ്ഞു. അന്ന് SFIയുടെ ജില്ലാ സമ്മേളനം കൊയിലാണ്ടി നടക്കുക. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് SFIക്കാർ വിളിച്ച മുദ്രാവാക്യം, രാഷ്ട്രീയ കളി കളിക്കുന്നു, ഗവർണറമ്മ കളിക്കുന്നു, രാഷ്ട്രീയ കളി കളിക്കുന്നു. 88-89 കാലഘട്ടത്തിൽ. ഇതൊന്നും കേരളം ആദ്യമായിട്ട് കാണുന്നല്ല. എന്ന് ആഷ്മിക്ക് എത്ര വയസ്സുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എൻ്റെ വിദ്യാർത്ഥി കാലഘട്ടത്തിലും കോളേജ് കാലഘട്ടത്തിലും ഒക്കെ ഇത് കേരളത്തിൽ കണ്ടിട്ടുണ്ട്. ഇടതുപക്ഷ സർക്കാരുകൾ കേരളം ഭരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അന്നൊക്കെ കോൺഗ്രസ്സുകാരാണ് ഇന്ത്യ ഭരിച്ചത്. കോൺഗ്രസ്സുകാർ നിയമിച്ച ഗവർണറുമായിട്ട് ഉക്കൻ ബഹളം നടന്നിട്ടുണ്ട്. അതൊക്കെ ഏത് കാലത്തുണ്ടെന്ന്. ഇവിടെ സർക്കാരിനെ പിരിച്ചുവിട്ടിട്ടില്ലേ? 1957 EMS മന്ത്രിസഭയെ പിരിച്ചുവിട്ടിട്ടില്ലേ? അന്നത്തെ ഗവർണറോട് CPMകാർക്ക് യോജിപ്പുണ്ടോ? ഇന്ത്യയിൽ എത്ര സർക്കാരുകളെ കോൺഗ്രസ്സുകാർ ഗവർണറെ വെച്ച് പിരിച്ചുവിട്ടിട്ടുണ്ട്? ഭൂരിപക്ഷമുള്ള കല്യാൺ സിംഗ് സർക്കാരിനെ പിരിച്ചുവിട്ടില്ലേ 1998? എന്നിട്ട് സുപ്രീം കോടതി പോയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു 2 ബാലറ്റ് ബോക്സ് വെക്കാൻ നിയമസഭയ്ക്കകത്ത്. എന്നിട്ട് കല്യാൺ സിംഗിനെ അനുകൂലിക്കുന്നവർ ഒരു ബാലറ്റ് പെട്ടിയിലും, ജഗദംബിക പാൽ, അദ്ദേഹം ഇപ്പോൾ BJPയിലാണ്, അത് വേറെ വിഷയം, അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ വേറെ ബാലറ്റ് പെട്ടിയിലും വോട്ട് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് കല്യാൺ സിംഗ് ജയിച്ചു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രമേശ് ഭണ്ഡാരിയാണ് അന്നത്തെ ഗവർണർ. ഇങ്ങനെ പലതും നടന്നിട്ടുണ്ടെന്ന്. ഗവർണറും സംസ്ഥാന സർക്കാരുകളും തമ്മിലുള്ള ബഹളം ഇന്ത്യയിൽ ആദ്യമായിട്ടൊന്നല്ല. അത്ര ചെറിയ ഓർമ്മയൊന്നും ഉണ്ടാവരുത് ആളുകൾക്ക്, വലിയ ഓർമ്മ വേണം. അല്ല ഇവിടെ ഗവർണർ സർക്കാർ ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞതല്ല, പക്ഷേ ഇത്തരം തരംതാണ രീതിയിലേക്ക് അത് മാറിയത് ഈ കാലത്താണ് എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ഓർമ്മയിലുണ്ടോ ഒരു ഗവർണർ തെരുവിലിറങ്ങി ഇന്ന് ആ സംസ്ഥാനത്തെ വിദ്യാർത്ഥി സംഘടന മുഖത്ത് നോക്കി ഗുണ്ടകൾ, ക്രിമിനലുകൾ, ബ്ലഡി റാസ്കൽ എന്ന് വിളിക്കുന്ന അങ്ങേക്ക് ഓർമ്മയുണ്ടോ? ഒരു ഗവർണർ വിളിക്കുന്ന വാക്കുകളാണ് ഇതൊക്കെ. ഒരു ഇർഫാൻ ഹബീബ് എന്ന് പറയുന്ന 10 വർഷം നൽകി രാജ്യം ആദരിച്ച വന്ധ്യവയോധികനെ ഗൂണ്ട, അയാളെന്നെ കൊല്ലാൻ വന്നു എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ നമ്മുടെ ഓർമ്മയിലുണ്ടോ CVP? അല്ല, ഞാൻ ഒരു ഗവർണർ സർക്കാർ ഏറ്റുമുട്ടൽ ഇല്ലെന്നും പറയല്ല. തന്നെ കാണാൻ വന്ന ആളുകളുടെ മുഖത്തേക്ക് ടവൽ എറിഞ്ഞു. നിങ്ങളെ ഗവൺമെൻറ് തന്ന വൃത്തികെട്ട ടവൽ ഇതാ എന്ന് പറഞ്ഞിട്ട് കണ്ട ഒരു വസ്തുവും കൊള്ളൂല, 3ാം കട സാധനം പറഞ്ഞിട്ട് മുഖത്തേക്ക് എറിഞ്ഞു ഒരു ഗവർണർ. അതൊക്കെ ഇവിടെ പത്രത്തിൽ വന്ന വാർത്തയാണ്. അതൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന്. അപ്പം നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങളിലേക്കൊന്നും പോകണ്ട. അതേ സമയത്ത് BJP ഇന്ത്യ ഭരിക്കുമ്പോൾ കേരളത്തിലേക്ക് വന്ന വളരെ നല്ല രീതിയിൽ സർക്കാരുമായി സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ പോയ എത്ര ഗവർണർമാരുണ്ട്? ഇന്നും പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ഗവർണറും സർക്കാരും തമ്മിൽ ഒരു പ്രശ്നമില്ല. അപ്പോൾ അതൊക്കെ പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് പുതിയ ഗവർണർ വരട്ടെ,
ഒറ്റ ചോദ്യം കൂടി ഇപ്പോൾ പുതിയ ഗവർണറും ഈ അങ്ങയുടെ സർക്കാരും പാർട്ടിയുടെ തമ്മിൽ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു കൂട്ടി പറയുന്നത്. അർലക്കരപ്പിന് നിങ്ങൾക്കറിയാത്തതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കെ സുരേന്ദ്രൻ അറിയാവുന്ന കൂടുതൽ കാര്യങ്ങൾ അങ്ങേക്കും അറിയാവുന്നതാണോ ശ്രീ പത്മനാഭൻ? അല്ല, ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം ഒരു നിയമസഭാ സ്പീക്കറായിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു റിബല്യസ് പൊളിറ്റീഷ്യനായിരുന്നു. ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത് 1986 മെയ് മാസത്തിലാണ്. അന്ന് ഷബാനു കേസുമായി ബന്ധപ്പെട്ട കോടതി വിധിക്കെതിരെ രാജീവ് ഗാന്ധി ഗവൺമെൻറ് നിയമം കൊണ്ടുവന്നപ്പോൾ അതിൽ പ്രതിഷേധിച്ച് രാജിവെച്ചിട്ട് കേരളത്തിൽ അദ്ദേഹം വന്നു. അന്ന് അദ്ദേഹത്തെ കേരളത്തിലെ മുക്കിലും മൂലയിലും കൊണ്ടുപോയി പ്രസംഗിപ്പിച്ചത് കോൺഗ്രസ്സുകാരുടെ ഒരു വിഭാഗം, പ്രിയദർശിനി കലാവേദി എന്ന് പറയുന്ന ഒരു വിഭാഗം, ശ്രീ VM സുധീരൻ്റെയൊക്കെ അനുഗ്രഹാശംസകളോടുകൂടി പ്രവർത്തിച്ച ഒരു വിഭാഗമാണ്. അവർ കൊയിലാണ്ടിയിൽ കൊണ്ടുവന്നിട്ടാണ് 1986 ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത്. അപ്പോൾ അന്ന് ഉത്തർപ്രദേശിൽ നിന്ന് കേരളത്തിൽ വന്ന് പ്രസംഗിച്ച ആളാണ്, റിബല്യസ് ആയ ഒരു പൊളിറ്റീഷ്യനാണ്. അതുപോലെ അല്ലല്ലോ അർലേക്കർ സോഫ്റ്റ് സ്പോക്കണായ മന്ത്രിയായിരുന്ന നിയമസഭാ സ്പീക്കർ എന്ന നിലയിൽ ആദ്യമായി ഗോവയിൽ പേപ്പർലെസ് നിയമസഭ, അതായത് കടലാസുകൾ ഉപയോഗിക്കേണ്ട, ഈ മൊത്തം നമുക്ക് കടലാസുകളെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് നിയമസഭ പ്രവർത്തിപ്പിക്കാമെന്ന് കാണിച്ച സ്പീക്കർ. അപ്പോൾ എല്ലാവരും ഒരേപോലെയല്ല, അദ്ദേഹം വരട്ടെ എന്ന്, അദ്ദേഹം വന്നിട്ട് പ്രവർത്തിക്കട്ടെ, എന്നിട്ട് നമുക്ക് ആ കാര്യങ്ങളിൽ സംസാരിക്കുക. ഇപ്പോഴേ അങ്ങനെയാണ് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ശരി, ഞങ്ങളുടെ അടുത്ത ഊഴത്തിൽ ഈ സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിലെ സത്യഗ്രഹത്തിലൂടെയല്ല നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്, അത് ആയുധമെടുത്തത് കൊണ്ടാണ്. അതിൽ കോൺഗ്രസിന്റെ ആശയപരമായ വിയോജിപ്പിനെ കുറിച്ച് താങ്കൾ അടുത്ത ഊഴത്തിൽ മറുപടി പറയുന്നതാണ് പ്രതീക്ഷിക്കുന്നത്.